ഇവിടെ ഇപ്പോ അച്ഛനും മോക്കും രാവിലെ എണീക്കുമ്പോ തന്നെ ഓരോ മുട്ട വെച്ച് കൊടുക്കും കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് അങ്ങ് അടുപ്പത്ത് ഉറക്കമാണ്. അതുകൊണ്ട് കഥകൊക്കെ തുറന്ന് ഞാൻ അങ്ങ് പുറത്തോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ല 2-3 ദിവസമായിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു. ഇന്ന് എണീറ്റപ്പോ തൊട്ട് എനിക്ക് വിശപ്പാണ്. ഇന്നലെ രാത്രി വിശന്ന് വയ്യാണ്ട് കിടന്നപ്പോ ഏട്ടൻ എനിക്ക് ദോശയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതും 2 മണിക്ക്. രാവിലെ എണീറ്റപ്പോഴും ഒടുക്കത്തെ വിശപ്പ്. അങ്ങനെ ഒരു പീസ് കേക്കും കഴിച്ചിട്ട് തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ട് നേരെ അകത്തോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. തോരൻ വെക്കാനുള്ള ചെറുപയർ കൂടി വേവിക്കാൻ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇൻഡക്ഷനിൽ നമ്മൾ ചോറ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നുണ്ടാണ് കേട്ടോ. കുക്കർ ഇൻഡക്ഷനിലോട്ട് മാറ്റാൻ ചോറായപ്പോഴത്തേക്കും അതുകൂടി അങ്ങ് ഊറ്റി മാറ്റുന്നുണ്ട്. 2-3 ദിവസമായിട്ട് എനിക്ക് ഫുഡ് ഒന്നും തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഛർദ്ദിച്ചതിന്റെ ഹാങ് ഓവർ എനിക്കൊരു 4 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ നന്നായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് എനിക്ക് കൈ കിട്ടുന്നതെല്ലാം നുള്ളിപ്പറക്കി തിന്നുന്നു. തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആരോട്ടിക്ക് കൂടി കൊടുക്കുന്നത് കൊണ്ട് ചെറുപയർ അത്യാവശ്യം നല്ലതുപോലെ വേവിച്ച് ഉടച്ചാണ് കേട്ടോ ഞാൻ തോരൻ വെക്കാറ്. പിന്നെ ഏട്ടനും ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ താല്പര്യം. എല്ലാ ഫുഡും കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കൂടുതലും നോൺ വെജ് ആയിരിക്കും കേട്ടോ കൂടുതൽ ഇഷ്ടം. ഏട്ടനെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല. നോൺ വെജ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം വിശപ്പേ കാണില്ല. മുന്നേയൊക്കെ ഉണക്കമീനെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഉണക്കമീനും മുട്ടയൊന്നും മീനോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. ആരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ 2 ദോശ നെയ്യൊക്കെ ഒഴിച്ച് ചുട്ടു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഈ ദോശക്കല്ല് മേടിച്ചിട്ട് ഇപ്പൊ 1 വർഷത്തോളം ആവും. ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ട് ഇത് പരുവപ്പെടുത്തി എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. തിരിഞ്ഞു നോക്കാതെ 2 ദിവസം മുന്നേ ഇത് കൊടുത്ത് ഒഴിവാക്കാനായിട്ട് കടയിൽ കൊണ്ട് ചെന്നപ്പോ അവര് 36 രൂപയാണ് ഇതിന് വില. 400 രൂപ കൊടുത്ത് മേടിച്ചിട്ട് 36 രൂപയ്ക്ക് അത് അവർ എടുത്തോളാന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നി വേണ്ട, കൊടുക്കണ്ട, തിരിച്ചു. മുന്നേ ഞാൻ ചെയ്ത എന്തോ ഒരു പരീക്ഷണം ഇതിൽ വർക്കായിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇളവുന്നുണ്ടെന്നേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ